രാഹുൽ ഈശ്വർ, ഞാൻ ആ ഒരു ചോദ്യത്തിലേക്കല്ല കടക്കുന്നത്. ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ, ഇങ്ങനൊരു കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ, പല തവണ നമ്മൾ ഈ ചർച്ചയിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് ഈ ഘട്ടത്തിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അവസാനിക്കുക എന്നുള്ളൊരു പ്രവചനമൊക്കെ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് അന്ന് ആ സിസ്റ്റം ഇങ്ങനെയൊക്കെയാണ്, ഈ തരത്തിൽ സിസ്റ്റം ഇങ്ങനെയൊക്കെ പോകുള്ളൂ, ആർക്കും പ്രത്യേകിച്ച് ജസ്റ്റിസ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നോ, അതോ ഈ പരാതികളിലൊന്നും കഴമ്പില്ല എന്നുള്ളത് കൊണ്ടാണോ? ഇപ്പോൾ ഈ പോയ വഴികളൊക്കെ കാണുമ്പോഴും രാഹുൽ ഏത് അഭിപ്രായത്തിലാണ് നിൽക്കുക? അപർണാജി, ഞാൻ പരമാവധി മിതത്വം പാലിച്ചുകൊണ്ട് പറയാം. ആദ്യം തന്നെ പോസിറ്റീവ് കാര്യം പറഞ്ഞു തുടങ്ങാം. ഒന്ന്, മല്ലിക മാഡം പറഞ്ഞതിനെ പൂർണ്ണമായി യോജിക്കുന്നു. അത്തരം ബാലൻസ്ഡ് ആയ കാര്യങ്ങൾ മാഡത്തിന്റെ നിലപാടിനോട് വിയോജിപ്പുണ്ടെങ്കിലും WCC പൊതുവെയും ഒരുപാട് പേർ വളരെ മിതവും ബാലൻസ്ഡും ആയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് തുടങ്ങുന്നു. രണ്ട്, ഓൾറെഡി സിദ്ദിഖ് തെറ്റുപറ്റി പോകണമെന്ന് പറയുന്നത് പറഞ്ഞാൽ സോണിയ മൽഹാറിന് അറിയാമോ ഈ സംഭവം നടന്നു എന്ന്? മാഡമോട് ഉണ്ടായിരുന്നു കൂടെ. സോ സിദ്ദിഖിന് തെറ്റുപറ്റി പോയെന്ന് അങ്ങ് എങ്ങനെ കൺക്ലൂഡ് ചെയ്തു? രണ്ട്, എങ്ങനെയാണ് ഓൾറെഡി ഇരയായത്? പരാതിക്കാരിയല്ലേ? നാണവും മാനവും ഇല്ലാത്ത കള്ളങ്ങൾ പറയുമ്പോൾ പൊളിക്കാൻ ഞാൻ ഉണ്ടാവും. മാഡം ദൈവത്തോട് തന്നെ പ്രകോപിപ്പിക്കരുത്. വളരെ കൺട്രോൾ ചെയ്താണ് സംസാരിക്കുന്നത്. അതായത് മാഡം ആലോചിക്കേണ്ട കാര്യം, ഇനി നേരത്തെ ഒരാൾ ട്രോൾ ചെയ്യപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ ട്രോൾ ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് വ്യാജ ഡോക്ടറേറ്റ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ട്രോൾ ചെയ്യപ്പെട്ടത് ജി മാധവൻ നായർ സാർക്ക് പകരം O മാധവനിൽ നിന്ന് വ്യാജ ഡോക്ടറേറ്റ് മേടിച്ചിട്ട് അതിന്റെ സ്തുതി പറഞ്ഞതിനാണ്. പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. മാഡത്തെക്കാട്ടി മൂർച്ചയായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷേ വ്യക്തിപരമായി പോകാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേടാതെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നിവിൻ പോളിക്കെതിരെ ഒരു കുട്ടി പരാതിയുമായി വന്നു. നിവിൻ പോളിക്കെതിരെ ഒരു വ്യക്തി പരാതിയുമായി വന്നു. ആ കുട്ടിയും അതിജീവിതയായോ? ആ കുട്ടിയും ഇരയായോ? നിവിൻ പോളിക്കെതിരെയുള്ള പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയില്ലേ? അപ്പം പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഇരയാകുമോ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയാകുമോ? ഇല്ല. പരാതി കോടതി സ്വീകരിച്ച് മറുഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ഇരയും അതിജീവിതയുമാകൂ. ഓൾറെഡി പരാതി വ്യാജമാണെങ്കിലോ? ഇനി രണ്ട്, നമ്മുടെ സുപ്രീം കോടതി സ്ത്രീകൾക്ക് അനുകൂലമായി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീയുടെ മൊഴി മാത്രം മതി ഒരു പുരുഷനെ ജയിലിലിടാൻ. വേറെ ഒരു തെളിവും വേണ്ട. പക്ഷെ വിറ്റ്നസ് സ്റ്റെർലിംഗ് വിറ്റ്നസ് ആയിരിക്കണം. വിറ്റ്നസിന്റെ മൊഴിക്ക് കൺസിസ്റ്റൻസി ഉണ്ടാകണം. ശ്രീ സിദ്ദിഖിന്റെ കേസിൽ 3 തവണ മൊഴി മാറ്റി. ആദ്യം ഫേസ്ബുക്കിൽ വന്നപ്പോ എന്റെ സുഹൃത്ത് നമ്മുടെ അഭിലിന്റെ പേരടക്കം അതിനകത്തുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞത് വെർബൽ ഹരാസ്മെന്റ് എന്നാണ്. രണ്ടാമത് പറഞ്ഞത് നിറ തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നാണ്. മൂന്നാമതാണ് ഈ മസ്കറ്റിന്റെ കഥ പറയുന്നത്. മൂന്ന് പ്രാവശ്യം മൊഴി മാറ്റിയ ഒരു വ്യക്തി എങ്ങനെയാണ് നല്ല വിറ്റ്നസ് ആകുക? 3 പ്രാവശ്യം മൊഴി മാറ്റിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ക്രെഡിബിലിറ്റി ഉണ്ടാകുക? രണ്ട്, ശ്രീ സിദ്ദിഖിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി എടുത്തത് ചരിത്രപരമായ സമീപനമാണ്. അപർണാജി, ഒരു കാര്യം കൂടെ ഓർക്കണം. സുപ്രീം കോടതിക്ക് മുമ്പ് ഹൈക്കോടതികൾ സമാനമായ കേസുകൾ പരിഗണിച്ചപ്പോ ഞാനൊക്കെ ഒരുപാട് കാലമായി പറയുന്ന ഒരു കാര്യം ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചു. അതായത് പുരുഷനും സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട്. ആരോപിതരുടെ സ്വകാര്യതയും ബഹുമാനിക്കുന്ന രീതിയിൽ തന്നെ പോണം. ഇത് പലപ്പോഴും നെയിം ആൻഡ് ഷെയിം സ്ട്രാറ്റജി അഥവാ കരിവാരിത്തേക്കൽ സ്ട്രാറ്റജി മാത്രമാകുകയാണ്. ബാലേന്ദ്രമേനോൻ സാറിനെതിരെ ആരോപണം വന്നത് ശരിയാണോ? മുകേഷിനെതിരെ ആരോപണം വന്നത് ശരിയാണോ? നിവിൻ പോളിക്കെതിരെ വന്നത് ശരിയാണോ? നിവിൻ പോളിയുടെ കാര്യത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ ഓർമ്മയുണ്ടോ? റേപ്പ് ചെയ്ത ഡേറ്റ് മാറിപ്പോയതാണെന്ന്. ഞാൻ ഉറക്കപ്പിച്ചിൽ വന്ന് മാധ്യമങ്ങളോട് ഡിസംബർ 14-15 എന്ന് പറഞ്ഞതാണ്, വേറൊരു ഡേറ്റിലായിരുന്നു എന്ന്. അതായത് നിവിൻ പോളിയുടെ കാര്യത്തിൽ നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നു, നമുക്ക് റെക്കോർഡിക്കൽ തെളിവുകളുണ്ട്, 100 കണക്കിന് ആൾക്കാർ കണ്ടു ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ. അപ്പൊ ആ പെൺകുട്ടി പറയാണ് ഞാൻ ഉറക്കപ്പിച്ചിൽ വന്നിരുന്ന് പറഞ്ഞപ്പോ മാറിപ്പോയതാണെന്ന്. ഈ കാണുന്ന കാര്യങ്ങൾക്കൊരു മര്യാദ വേണ്ടേ? എത്ര പേരെയാണ് വ്യാജ പരാതികളിൽ കൊടുക്കുന്നത്? ശരിയായ പരാതികളില്ലേ? ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. എക്സ്പ്ലോയിറ്റേഷനും സെക്സ്പ്ലോയിറ്റേഷനും ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാസ്റ്റിംഗ് കൗച്ചിന്റെ പ്രശ്നങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വേണ്ട രീതിയിൽ ഫെസിലിറ്റി ലഭിക്കുന്നില്ല. മറ്റൊരു മേഖലയിലും ഇല്ലാത്തതുപോലെ സെക്ഷൽ ഫേവേഴ്സ് ചോദിക്കും. ഇതൊരു റിയാലിറ്റിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വ്യാജ പരാതികൾ നല്ല പരാതികളുടെ ക്രെഡിബിലിറ്റി കുറയ്ക്കുകയാണ്. ശ്രീ സിദ്ദിഖ് തെറ്റുകാരനാണ്. സിദ്ദിഖിന്റെ മോൻ എന്തിനാ പറയേണ്ടത് സിദ്ദിഖ് തെറ്റുകാരനാണെന്ന്? സോണിയ മൽഹാറിന് എങ്ങനെ മനസ്സിലായി? കോടതിക്ക് പോലും മനസ്സിലാകാത്ത കാര്യം അന്വേഷണത്തിൽ മാഡം ഉണ്ടായിരുന്നോ? അപ്പോ ഇവരെ കരിവാരി തേക്കുക എന്നൊരു സ്ട്രാറ്റജി പ്രയോഗിക്കുന്നത് ദൈവദോഷമാണ്, നിയമദോഷമാണ്, അത് അനീതിയാണ്, അസന്മാർഗികതയാണ്. അവിടെയാണ് കോടതി വിധി വരട്ടെ എന്നിട്ട് മാത്രം ഒരു നിലപാടിലേക്ക് പോകാനുള്ള മര്യാദയും മാന്യതയും നമ്മൾ കാണിക്കണം. ശ്രീ സിദ്ദിഖ് നിരപരാധിയാണെന്ന് ശക്തമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ കോടതി വിധി വരട്ടെ.
കോടതി ഈ സമീപനത്തിൽ ചോദിച്ചൊരു കാര്യം രാഹുൽ, ഞാൻ ഒരു ചോദ്യം ഒറ്റ വരെ നീട്ടി പറയുന്നത് ഒറ്റ ചോദ്യം. ദിലീപിന് കിട്ടാത്ത ഒരു നീതി സിദ്ദിഖിന് കിട്ടി എന്ന് ദിലീപിന് വേണ്ടി എപ്പോഴും വാദിക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ. ഞാൻ അതിന്റെ ഉള്ളറൽ ദിലീപിന് കിട്ടാത്തൊരു നീതി സിദ്ദിഖിന് കിട്ടി എന്ന് തോന്നുന്നു. തന്നെ പറയാം, ശ്രീ ദിലീപ് യഥാർത്ഥത്തിൽ രക്തസാക്ഷിയാകുകയും ഈ പോരാട്ടത്തിന് തുടക്കമിടുകയും ചെയ്യുകയാണ്. പിന്നീട് വിജയബാബു അടക്കമുള്ള പലരെയും കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിശക്തമായ പുഷ്ബാക്ക് ഉണ്ടായി. ശ്രീ ദിലീപിന്റെ കേസിൽ മലയാള സിനിമ ഒരുമിച്ച് നിന്നില്ല. ശ്രീ ദിലീപിനെ തള്ളി പറയാനും കയ്യടി നേടാനും നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ആള് ചമയാനുമായിരുന്നു പലർക്കും താല്പര്യം. ശ്രീ ദിലീപ് അടക്കമുള്ളവർ അനുഭവിച്ച വേദന ഇന്ന് പലർക്കും അനുഭവിക്കേണ്ടി വരാത്തത് ശ്രീ ദിലീപ് മിക്കവർക്കുമെതിരെ കേസ് വന്നതുകൊണ്ട് പലരും ഒരുമിച്ച് നിന്നു, അതാണോ? മാഡം വ്യാജമല്ലേ? അപർണാജി ആലോചിച്ച് നോക്കും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ഇപ്പൊ ജോർജിയയിൽ പോയ കേരളത്തിലെ പ്രമുഖ സംവിധായകനും പ്രൊഡ്യൂസറും, ഞാൻ പേര് പറയാത്ത അദ്ദേഹം എന്നോട് വിളിച്ച് പേര് പറയരുതെന്ന് പറഞ്ഞാൽ പുള്ളി കേസ് ജയിച്ചിട്ടുമാണ്, പുള്ളിക്ക് കേസ് അനുകൂലമാണ്, എന്നിട്ട് പോലും ആ വേദന ഓർക്കാൻ കഴിയില്ല. സിനിമയ്ക്ക് റോള് കിട്ടിയില്ല, ഒരു പരാതി കൊടുത്തു. ഒമർ ലുലുവിനെതിരെ വ്യാജ പരാതി വന്നു. എത്ര പേർക്കെതിരെയാണ് വ്യാജ പരാതി വന്നത്? ഈ വ്യാജ പരാതികളൊന്നൊരു പോസിബിലിറ്റി എങ്കിലും നിങ്ങൾ കാണണ്ടേ? അവിടെയാണ് ജെനുവിൻ പരാതികളില്ലെന്ന് ആരും പറയുന്നില്ല. മീറ്റുവിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. മീറ്റു ജെനുവിൻ ആണ്, ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. ഇനിയും പലർക്കും ഇത് ചോദിക്കാൻ ഏതെങ്കിലും ഒരു ജെനുവിൻ പരാതി മെൻഷൻ ചെയ്യാനുണ്ടോ? രാഹുലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പരാതിയും ഞാൻ അന്വേഷണ ഏജൻസി അല്ലല്ലോ. എന്തായാലും ഇൻജെനുവിനായ കോടതി പറഞ്ഞ 3 പരാതി പറയാം. ശ്രദ്ധിക്കുക, കോടതി പറഞ്ഞ 3 വ്യാജ പരാതികൾ പറയാം. ഒന്ന്, നമ്മുടെ ഒരു പ്രത്യേക സംവിധായകൻ നടനുമെതിരെ. 2, ഒമർ ലുലുവിന്റെ കാര്യത്തിൽ. 3, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ എന്തായി കാണിക്കുന്നത്, ഇത് സിനിമാകരമെന്ന് പറയുകയാണോ എന്ന്. BBC അടക്കം പറയുന്നത് 53.2% പരാതികൾ ഇന്ത്യയിൽ വരുന്നത് വ്യാജമാണെന്ന് BBC ഒരു റിപ്പോർട്ടിനെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വ്യാജ പരാതികൾ എന്നൊരു കാര്യം കാണാതിരിക്കരുത്. ശരിയായ പരാതികൾ ഉണ്ടെങ്കിൽ കോടതി പറയണം, ഇവരെ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം. പക്ഷെ വ്യാജ പരാതിയാണെങ്കിൽ അവരുടെ എങ്ങനെ ഈ പരാതികളുമായിട്ട് മുന്നോട്ട് വരും? ഇതാണ് സ്ഥിതി. ഞാൻ തിരികെ എത്താം രാഹുൽ അടക്കം, ഞാൻ തിരികെ എത്താം. ഒരു ചെറിയ ഇടവേള അത്യാവശ്യം.